മുതലാളി ഇടിയോടിടി ഇടിയെന്ന് പറഞ്ഞാൽ പോരാ ഇടിവെട്ടി ഇടി. എന്താണ് ജിഹാദ് എന്ന് പോലും അറിയാത്ത ഒരു മന്ദബുദ്ധി വന്ന് ജിഹാദികൾ എന്ന് വിളിച്ചാൽ മാത്രം തേഞ്ഞു പോകുന്ന ഒരു ക്യാരക്ടറല്ല എന്റേതും. എന്തായാലും നവാസിക്കാണ്. അപ്പൊ ആളിയാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. അറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേന മാത്രമേ ഉള്ളൂ. കാര്യം എന്താണെന്ന് പറയണം. എന്റെ ഏറെ പ്രിയപ്പെട്ട അനിയത്തിയുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം. പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് ഭംഗിയായിട്ട് അവരുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് മാത്യു. എന്റെ അനിയത്തിയുടെ വിവാഹത്തിന് നേരെ പോലും ജിഹാദികൾ ഇപ്പൊ ഉറഞ്ഞ തുള്ളി രംഗത്തെത്തിയിട്ടുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കുറെ എണ്ണം അവതരിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ത്രീയൊക്കെ കണ്ടില്ലേ, ഈ ജിഹാദിയൊക്കെ എന്റെ അഡ്രസ് ഒക്കെ ഇവരുടെ വീഡിയോയിൽ പിൻ ചെയ്ത് വെക്കുക. ഇന്ന പള്ളിയിലാണ് നിക്കാഹ്, ഇന്ന സ്ഥലത്താണ് നിക്കാഹ്, അത് മുടക്കാൻ ആളുകൾ വരണം, പരമാവധി മുടക്കൂ എന്ന് ആഹ്വാനം നടത്തും. നാണല്ലേ ഇവർക്കൊന്നും? നാണല്ലേ? ഇന്നെന്തെങ്കിലും നടക്കും. എന്തരായാലും അണ്ണന്റെ നകളി പിത്തരക്കായ സ്ഥിതിക്ക് കാര്യങ്ങൾ കലിപ്പില്ലാതെ പറയുക. എടാ പൊട്ട, എടാ നാറി, എടാ എച്ചക്കല നായെ. വിളിച്ചത് ജിഹാദി നിന്റെ തന്ത. എടാ ഇവള് നമ്മളെക്കാളും തറയടാ. ഏത് ആ പൊട്ടൻ? അവനാണ് നിന്റെ ജിഹാദി. നിന്റെ അന്നത്തിന് വേണ്ടിട്ട് ഒരു ചാനൽ തുറന്നു വെച്ച് നീ അത്യാവശ്യം വ്യൂവിനും ചാനൽ റേറ്റിംഗിനും വേണ്ടിട്ട് കങ്കികളെ പോലും പറ്റിക്കുന്നത്. സംഘികൾക്ക് വക്കാലത്ത് പറഞ്ഞുകൊണ്ട് ഒരു ഇസ്ലാം വന്ന അതിന്റെ ഉദ്ദേശ ലക്ഷ്യം പണം തന്നെയാണ്. വെറും പണം മാത്രമാണ്. ആ പണത്തിന് വേണ്ടിയിട്ടാണ് നീ കൊടുക്കുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? തീവ്രവാദിയായ ഈ രാജ്യത്തെ ദ്രോഹിക്കുന്ന രാജ്യദ്രോഹികളായ ഒരു പറ്റം ആൾക്കാരാണ് നീ, നിന്റെ തള്ളയും നിന്റെ പെങ്ങൾ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ. മനസ്സിലായോ? നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന. പിന്നെ നിന്റെ പെങ്ങളുടെ കല്യാണം മുടക്ക. അതൊരു കല്യാണമാണോടാ? പാച്ചേട്ടാ അവമാനിക്കരുത്. ഇസ്ലാമിക വിരുദ്ധത പറയുന്ന, ഇസ്ലാമിനെതിരായി സംസാരിക്കുന്ന ഒരുത്തന്റെ മകളായി ജനിച്ച, ഒരുത്തന്റെ പെങ്ങളായി ജനിച്ച ആ സ്ത്രീ വ്യഭിചാരമാണ് ഇപ്പൊ നടത്തുന്നത്. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. നീ ഇസ്ലാമിനെ തെറി പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ പണം കൊണ്ടാണ് ആ വിവാഹം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ വിവാഹം സാധുതയല്ല ഇസ്ലാമിൽ. അതൊരിക്കലും ഹലാലായ നിക്കാഹല്ല. വെളിവുണ്ടേ ഞങ്ങൾ അങ്ങനെ ചെയ്യൂ. നിന്റെ പെങ്ങളെ കെട്ടി ആ പോഴനുണ്ടല്ലോ, അവനാണ് ലോക തീവ്രവാദി, അവനാണ് ലോക ജിഹാദി. നീ അവനെ പോയി വിളിയടാ ജിഹാദിന്ന്. എച്ചകല നാറി. കലിപ്പ് തീരണില്ലല്ലേ? ഇത് നല്ല മാന്യമായ ഭാഷ ഞാൻ പറഞ്ഞ. ഇനി ഒരിക്കൽ കൂടെ നീ എന്റെ പേരോ എന്റെ ഫോട്ടോയോ ഉപയോഗിച്ച നിന്നെ ഞാൻ പച്ച തെറി വിളിക്കും. ഒരു മാറ്റവും നീ പ്രതീക്ഷിക്കണ്ട. മനസ്സിലായല്ലേ? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ അമ്മേ.